ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. കുറച്ച് ചേരുവ മതി ഇതിന്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുത്തത് ആ കപ്പിന് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. ഇതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് പരത്താൻ വേണ്ടി ആദ്യം കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പരത്തിയെടുക്കുക. നല്ല കനം കുറച്ച് പരത്തിയെടുക്കരുത്. ഈ കട്ടിയിൽ പരത്തിയെടുക്കുക. ഇങ്ങനൊരു അടപ്പ് വെച്ചാണ് ഞാനിവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമായാൽ മതി. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരിയെടുക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.